നിലവിലെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന ആളുകളാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റത്തൂരിലെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം കഴിഞ്ഞ മാസങ്ങളിൽ നാം ചർച്ച ചെയ്ത കാര്യം കൂടിയാണ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ ഇപ്പോഴും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. ഉപാധ്യക്ഷനായി ജയിക്കുവാൻ വേണ്ടി മറ്റത്തൂരിലെ കോൺഗ്രസുകാർ കൂട്ടുകൂടിയത്, വോട്ട് നേടിയത് ബി.ജെ.പിയുടെ വോട്ട് തന്നെയായിരുന്നു. ബി.ജെ.പിയുമായി പരസ്യമായി സഖ്യം ചെയ്യുന്ന, മറ്റത്തൂരിലും മാളയിലും ചൊവ്വന്നൂരിലും വർഗീയ ശക്തികളുമായി പരസ്യമായി ബാന്ധവത്തിലേർപ്പെടുന്ന കേരളത്തിനൊപ്പം ആസാമിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശിലേതിനേക്കാളും ഗുജറാത്തിലേതിനേക്കാളും ഏറ്റവും ഹീനമായ വിധത്തിൽ മുസ്ലിങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് ആസാം എന്നാണ്. ആസാമിലെ മുസ്ലിം ജനസാമാന്യം, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ ജനിച്ചു വീണ മണ്ണിൽ നിന്ന് രാജ്യഭ്രഷ്ടരാക്കപ്പെടുന്ന സ്ഥിതി. ഇന്ത്യയിൽ ആദ്യമായി NRC നടപ്പിലാക്കിയ ഒരു നാട് ആസാം തന്നെയാണ്. ആസാമിൽ NRC നടപ്പിലാക്കിയതിന്റെ ഭാഗമായി 19 ലക്ഷത്തോളം മനുഷ്യരാണ് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. ആ ആസാമിനകത്ത് NRC നടപ്പിലാക്കിയ ഘട്ടത്തിൽ ഇന്ത്യൻ കരസേനയുടെ ഭാഗമായിരുന്നുകൊണ്ട് 30 വർഷക്കാലം സേവനമനുഷ്ഠിച്ചിരുന്ന മുഹമ്മദ് സനാഉള്ള ഖാൻ എന്ന മനുഷ്യൻ, കാർഗിൽ യുദ്ധവിജയത്തിന്റെ നേതൃത്വമായി നിന്നിരുന്ന മനുഷ്യൻ 11 ദിവസക്കാലം ജയിലിൽ അടയ്ക്കപ്പെടുകയുണ്ടായി. ഇന്ത്യയുടെ പൗരത്വ പട്ടികയിൽ നിന്ന് പിന്തള്ളപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ മുഹമ്മദ് സനാഉള്ള ഖാനും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ 5ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബം ഈ പൗരത്വ പട്ടികയിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെട്ടവരാണ്. ആസാമിനകത്തെ ഏക മുസ്ലിം വനിതാ മുഖ്യമന്ത്രിയായിരുന്ന സൈദ അൻവർ തിമൂറിന്റെ കുടുംബവും ആ പൗരത്വ പട്ടികയിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെട്ടവരാണ്. ഞാനിതെല്ലാം പറഞ്ഞു തുടങ്ങുവാനുള്ള കാരണം, ഇന്ത്യക്കകത്ത് സംഘപരിവാർ വിരുദ്ധമായി പോരാട്ടം നടത്തുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് ആസാമിനകത്ത് ഏറ്റവും ദയനീയമായി തകർന്നടിയുന്ന ഒരു കാലത്താണ് നാം ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ആസാമിലെ കോൺഗ്രസ് പാർട്ടിയുടെ PCC അധ്യക്ഷനായിരുന്ന ഭൂപേൻ കുമാർ ബോറ ബി.ജെ.പിയിൽ ചേരുന്നത്. ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസുകാരനുമായ ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞ ഒരു കാര്യമുള്ളത്, കോൺഗ്രസുകാർ നിങ്ങൾ ക്യൂ പാലിക്കണമെന്നായിരുന്നു. ആസാമിലെ കോൺഗ്രസുകാർ ക്യൂ നിന്ന് ബി.ജെ.പിയിൽ ചേരുന്ന ഘട്ടത്തിലാണ് ബീഹാറിലെയും ഛത്തീസ്ഗഡിലെയും MLA-മാർ കൂറുമാറി ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. തോറ്റ കോൺഗ്രസും വിജയിച്ച കോൺഗ്രസും എല്ലാം ബി.ജെ.പിയിൽ അവസാനത്തെ അഭയം കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നടങ്കം ആരോപിക്കുന്ന വിഷയം കേരളത്തിലെ ഡീലിനെ കുറിച്ചാണ്. ആരെല്ലാം തമ്മിലാണ് ഡീൽ എന്നുള്ളത് ചരിത്രപരമായി പരിശോധിച്ചാൽ തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ജയിച്ച കോൺഗ്രസും തോറ്റ കോൺഗ്രസും എന്നും വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ബി.ജെ.പിയിൽ ചേരാൻ ക്യൂ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ കേരളത്തിന്റെ പാനൽ എടുത്ത് പരിശോധിച്ചാൽ ആ പാനലിനകത്ത് മത്സരിക്കുന്ന 6ഓളം ആളുകൾ പഴയ കോൺഗ്രസുകാരാണ്, അല്ലെങ്കിൽ നിലവിലെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന ആളുകളാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റത്തൂരിലെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം കഴിഞ്ഞ മാസങ്ങളിൽ നാം ചർച്ച ചെയ്ത കാര്യം കൂടിയാണ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ ഇപ്പോഴും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. ഉപാധ്യക്ഷനായി ജയിക്കുവാൻ വേണ്ടി മറ്റത്തൂരിലെ കോൺഗ്രസുകാർ കൂട്ടുകൂടിയത്, വോട്ട് നേടിയത് ബി.ജെ.പിയുടെ വോട്ട് തന്നെയായിരുന്നു. ബി.ജെ.പിയുമായി പരസ്യമായി സഖ്യം ചെയ്യുന്ന, മറ്റത്തൂരിലും മാളയിലും ചൊവ്വന്നൂരിലും വർഗീയ ശക്തികളുമായി പരസ്യമായി ബാന്ധവത്തിലേർപ്പെടുന്ന കോൺഗ്രസുകാർ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളയിൽ വിളിച്ചു പറയുന്നു കേരളത്തിൽ ഡീൽ നടക്കുകയാണ് എന്ന്. ചരിത്രപരമായും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ബി.ജെ.പിയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും സകല ജാതിമത വർഗീയ ശക്തികളുമായും സഖ്യം ചെയ്യാൻ കയ്യറപ്പില്ലാത്ത രാഷ്ട്രീയ സംവിധാനമാണ് കോൺഗ്രസ്. കേരളത്തിനകത്ത് ബി.ജെ.പി പാർട്ടിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുവാൻ വേണ്ടി എങ്ങനെയാണോ 2020 എന്ന പാർട്ടി പ്രവർത്തിക്കുന്നത്, അതിന് സമാനമായിക്കൊണ്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് വേണ്ടി ആളെ റിക്രൂട്ട് ചെയ്യുന്ന 2020 പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ദയനീയമായ വർത്തമാനകാല രാഷ്ട്രീയ പരിസ്ഥിതിയെയാണ് നാം അഭിസംബോധന ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി.ജെ.പിയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യം ചെയ്യാൻ മടിയില്ലാത്ത മതനിരപേക്ഷ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് എന്ന ഒറ്റ ഉത്തരത്തിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു മതനിരപേക്ഷ പാർട്ടിയും ഇത്തരം വർഗീയവാദികളുമായി കയ്യറപ്പില്ലാതെ സഖ്യം ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.